പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൂടെ ആയിരുന്ന് ഞങ്ങളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ കർത്താവേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് നൽകുന്ന അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ കരുണ ലോകം മുഴുവൻ വർഷിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ കർത്താവേ, നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഈശോയെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഈശോയെ, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവാം നിൻ്റെ സന്നിധിയിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ. 3 മണിയുടെ പ്രത്യേകത അറിയാവുന്നവർ ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ അതിയായിട്ട് ആഗ്രഹിച്ചിട്ട് ജോലിഭാരവും ജീവിതത്തിൻ്റെ തിരക്കും മൂലം സാധിക്കാത്തവരുണ്ടാവാം. കർത്താവേ, ആ മക്കളെയെല്ലാം ഈ നിമിഷം ഈ ആരാധനയിൽ ഞങ്ങൾ നിന്നോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ നിൻ്റെ കരുണ അനുഭവിക്കുവാൻ ഈ മണിക്കൂറിൽ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഈ നിമിഷം ശാന്തമായ ഹൃദയത്തോടെ, നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ഈശോയുടെ കൂടെ ആയിരിക്കാം. ഇമ്മാനുവലായ ദൈവം നമ്മോട് കൂടെ. ഇന്ന് ഈ പരിശുദ്ധാൾത്താരയിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ വചനഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വചനം തൊട്ട് ഉള്ള ഭാഗമാണ് നമുക്ക് വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് നമുക്കറിയാം, വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോ, അതിന് തൊട്ട് മുമ്പുള്ള ഒരു അത്ഭുതമെന്ന് പറയുന്നത് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകുന്ന, അപ്പത്തിൻ്റെയും ശരീരത്തിൻ്റെയും മേൽ മാറ്റം വരുത്താൻ കഴിയുന്നവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ ഈ വചനം വ്യക്തമായി പറയുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ്. ശരീരത്തിൽ മാറ്റം വരുത്തുന്നവൻ, അപ്പത്തിൽ മാറ്റം വരുത്തുന്നവൻ. ഈശോ ഈ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത്, ഈ അപ്പം വർദ്ധിപ്പിച്ച് ഒരത്ഭുതം ഈശോ ചെയ്തതിന് ശേഷം ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 2 കാറ്റഗറി നമുക്കിവിടെ കാണാം. ഒന്ന് ജനക്കൂട്ടവും, ഒന്ന് ശിഷ്യന്മാരും. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഈശോ ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഗലീലി കടൽ കടന്ന് അക്കരയ്ക്ക് പോകുക. ഇവിടെ ഈശോ നിർബന്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈശോ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ഈശോ ഏകാന്തതയിൽ പിതാവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഒരത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം അതിൻ്റെ മഹത്വം എടുക്കാതെ പിതാവിൻ്റെ സന്നിധിയിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ കഴിയും. തുടർന്ന് നമ്മൾ കാണുന്നത്
ഇവർ വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് യാത്രയാവുകയാണ്. ശിഷ്യന്മാർ ഈശോ പറഞ്ഞതനുസരിച്ച് വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് യാത്രയാകും. വഞ്ചി കരയിൽ നിന്ന് വളരെ ദൂരം അകന്നു കഴിഞ്ഞപ്പോൾ വഞ്ചിയിൽ തിരമാലകൾ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഇതേസമയം മലയിൽ പ്രാർത്ഥനാ നിരതനായിരുന്ന ഈശോ ഈ കാര്യം അറിയുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാം. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവരുടെ വിഷമവും വേദനയും ദുഃഖവുമൊക്കെ നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കുക. ഇല്ലെങ്കിൽ അവരുടെ ദുഃഖം നമുക്ക് വേദനയായിട്ട് തോന്നണമെന്നില്ല. മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും നമുക്ക് വിഷമിപ്പിക്കുന്ന അല്ല വേദനിക്കുന്ന ഒരു അനുഭവമായി മാറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ദുഃഖവും നമ്മുടേതായിട്ട് തോന്നാൻ തുടങ്ങുക. തുടർന്ന് നമ്മൾ കാണുന്നത് ഇവർ വഞ്ചിയിൽ തിരമാല ആഞ്ഞടിക്കുന്നു. അപ്പോൾ ഈശോ ഈ കാര്യം അറിഞ്ഞ് ഈശോ കടലിന് മീതെ നടന്ന് വഞ്ചിക്കടുത്തേക്ക് വരുന്ന ഒരനുഭവം നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിഞ്ഞ് തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പത്രോസ് ശിഷ്യന്മാരുടെ വേദന അറിഞ്ഞ് ഈശോ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് തോന്നിയത് ഈശോയെ ഒരു ഭൂതമായിട്ടാണ് അവർ കാണുന്നത്. ഭൂതമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഇതേ സംഭവം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ വഞ്ചിയിൽ ഉറങ്ങുകയും ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർ ഈശോയെ വിളിച്ചുണർത്തി, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ശിഷ്യന്മാർ ഈശോയെ വിളിച്ചുണർത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ശിഷ്യന്മാർ നിലവിളിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവർ ഭയപ്പെട്ടു. ആ സമയം അവർ ഈശോയെ കാണുമ്പോൾ പോലും അവർക്ക് ഭയമാണ് ഉണ്ടായത്. കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ കൂടെ അപ്പം ഭക്ഷിച്ചവനായിരുന്നു ഈശോ. എന്നിട്ട് അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അവർക്ക് കേട്ട ദൈവസ്വരം, അവർക്കുണ്ടായ ദൈവത്തിൻ്റെ അനുഭവം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ ഭയത്തിലായിരുന്നു. നമ്മളൊരു ഭയം വരുമ്പം അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത ചില ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഇവർ ഈശോയെ കണ്ട് ഭയപ്പെടുന്നുണ്ട്. ഉടനെ ഈശോ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്. ഇത് ഈശോ പറഞ്ഞിട്ട് പോലും കൂടെ ഉണ്ടായിരുന്ന പത്രോസിന് വിശ്വാസം വന്നില്ല. പത്രോസ് വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, ഗുരു ഇത് അങ്ങ് തന്നെയാണെങ്കിൽ എന്നോട് അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ കൽപ്പിക്കണമേ. എന്നിട്ടും പത്രോസിന് വിശ്വാസം വന്നില്ല. പത്രോസ് ഈശോയോട് ചോദിച്ചു, നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ എന്നെ അനുവദിക്കണം. ഈശോ പറഞ്ഞു, വരുവിൻ. ഇത് കേട്ട് പത്രോസ് വെള്ളത്തിന് മീതെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് പോകുന്ന അനുഭവം നമുക്കറിയാം. ഈ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് പത്രോസ് പോകുമ്പോൾ പത്രോസ് ഈശോയെ ഫോക്കസ് ചെയ്ത് പോകുന്ന അനുഭവം. എന്താണോ പത്രോസിനെ ഭയപ്പെടുത്തിയിരുന്നത്, ഏത് തിരമാലയാണോ പത്രോസിനെ ഭയപ്പെടുത്തിയിരുന്നത്, ആ തിരമാലകൾക്ക് മീതെ നടക്കാൻ ഈശോ പത്രോസിനെ അനുവദിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈശോയുടെ വലിയൊരു വാഗ്ദാനമാണ്. നമ്മൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് വേദന, ഏത് ദുരിതം, ഏത് കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുമ്പോഴും ഇതിന് പിന്നിൽ ഒരു പൈശാചിക സാന്നിധ്യം അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ ഈശോ ഒരു വചനത്തിലൂടെ നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒരു തിരമാല ആഞ്ഞടിച്ചാലും ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ഇടറി വീഴുന്ന വിശ്വാസമായിരുന്നില്ല ആ നിമിഷം പത്രോസിന്. കർത്താവിനെ കണ്ട് ഈശോ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു പാളിച്ച പത്രോസിന് പറ്റുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ കണ്ട് ഇറങ്ങിയ യാത്രയായിരുന്നു പത്രോസിൻ്റേത്. ഇടയ്ക്ക് തൻ്റെ പ്രശ്നങ്ങളിലേക്ക് പത്രോസ് നോക്കാനിടയായി. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതിസന്ധികളോ വേദനകളോ പ്രശ്നങ്ങളോ നമ്മുടെ സർവശക്തനായ ദൈവത്തേക്കാൾ വലുതാണ് എന്ന് നമ്മൾ കരുതരുത്. അങ്ങനെ കരുതുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് ഇടർച്ചയുണ്ടാവുന്നത്. അങ്ങനെ പത്രോസ് തൻ്റെ പ്രതിസന്ധികൾ തൻ്റെ പ്രശ്നങ്ങളിലാകുന്ന
തിരമാലകളിലേക്ക് കൊടുങ്കാറ്റിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ, കൊടുങ്കാറ്റിലേക്ക് നോക്കിയപ്പോൾ അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. നമ്മൾ എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ഭയമുണ്ടാകുമ്പോഴോ ഒരു താഴ്ചയോ ഒരു മുങ്ങിത്താഴ്ച ഉണ്ടാകുമ്പോഴോ മാത്രമല്ല നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കേണ്ടത്. നമ്മൾ ഈ ശുശ്രൂഷയിലൂടെയൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അതാണ്. എന്നും ഈശോ പിതാവിൻ്റെ കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തിയതുപോലെ ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും കടന്നു വരുമ്പോഴും നമുക്കതിനെ നേരിടുവാനുള്ള ഒരു ശക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ഒരുപക്ഷെ പ്രാർത്ഥനയായി മാറ്റണമെന്നാണ് സ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. എപ്പോഴും ദൈവത്തോട് കണക്റ്റായിരിക്കുന്ന ഒരു ജീവിതം, ആ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നമുക്കുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെയും പ്രതിസന്ധികളെയും തിരമാലകളെയും ഒക്കെ ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നു, പത്രോസ് ഈശോയുടെ അടുത്ത് ചെല്ലുന്നു. തിരമാലകളെ നോക്കി പത്രോസ് മുങ്ങി താഴുമ്പോൾ പത്രോസ് വീണ്ടും നിലവിളിക്കുകയാണ്, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഈശോ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയും അതാണ്. നമുക്കുണ്ടാവുന്ന വേദനയിലും വിഷമങ്ങളിലും നമ്മൾ കർത്താവിലേക്ക് തിരിയുവാനും ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സന്നിധിയിലായിരിക്കുവാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ആ സമയത്ത് ഈശോ കരങ്ങൾ നീട്ടി പത്രോസിനെ കൈപിടിച്ചുയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ രണ്ടുപേരും തിരിച്ചു നടന്നു. അവരായിരിക്കുന്ന വഞ്ചിയിൽ കയറിയപ്പോഴത്തേക്കും കാറ്റടങ്ങി, തിരമാല നിന്നു. നമ്മളായിരിക്കേണ്ട ചില ജീവിത സാഹചര്യങ്ങൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ചുണ്ട്. അവിടുന്ന് മാറി നമ്മൾ നടക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദൈവസ്വരത്തിന് കാതോർത്ത് ജീവിക്കണമെന്ന് വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നത്, നിനക്ക് കഷ്ടതയുടെ ജലവും ക്ലേശത്തിൻ്റെ അപ്പവുമൊക്കെ ഗുരു നന്നാലും നിൻ്റെ കാതുകൾ ഒരു സ്വരം ശ്രവിക്കും, ഇതാ വഴി, ഇതിലേ പോവുക എന്ന്. എപ്പോഴും നിന്നോട് സംസാരിച്ച് നിന്നെ വഴി നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇവർ വഞ്ചിയിൽ കയറിയപ്പോൾ ഈ കൊടുങ്കാറ്റടങ്ങി, തിരമാല നിലച്ചു. തുടർന്ന് നമ്മൾ കാണുന്ന വചനഭാഗം ഇങ്ങനെയാണ്: ഈ വെള്ളത്തിന് മീതെ കൂടെ നടന്ന് ഈ തിരമാലയുടെ അനുഭവങ്ങളൊക്കെ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായി. അവസാനം അവർക്ക് ലഭിക്കുന്ന ഒരു ബോധ്യമെന്ന് പറയുന്നത് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വഞ്ചിയിൽ ഈശോയെ ആരാധിക്കുന്നതായിട്ടാണ്. നമുക്കുണ്ടാകുന്ന ഓരോ വേദനകളും ദുരിതങ്ങളും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഈശോ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ബോധ്യങ്ങൾ ആഴത്തിൽ വർദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഈശോയോട് അടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഈ നിമിഷം ചിന്തിക്കണം. കാരണം നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവേ, ജോലി തടസ്സമുള്ളവരുണ്ട്, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വിവാഹം നടക്കാത്ത വേദനിച്ച് കഴിയുന്ന മക്കളൊക്കെയുണ്ട്. അവരുടെ എല്ലാം ഈശോയെ വിളിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരപ്പൻ്റെ സ്നേഹത്തോടെ ഈശോ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഈശോയെ വിളിച്ചാൽ നമ്മുടെ വേദന തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ ആയിരിക്കാൻ ഈശോ എന്നും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മൾ വളർത്തണം. അതിനുവേണ്ടി ഈ ആരാധനയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ചില സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളിലും തിരമാലകളിലുമൊക്കെ കർത്താവേ, ഞങ്ങൾ ഒരു ക്രൈസ്തവ മനോഭാവത്തോടെ അതിനെ നേരിടുവാനും വിശ്വാസത്തിൻ്റെ സാക്ഷികളായി മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കുവാനും നീ ഞങ്ങൾക്കിടയാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ആരാധന
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും